ഞാൻ ചോദിക്കുന്നത്, ഇവിടത്തെ ഈ അന്തംകമ്മികളെ ഞാൻ വിട്ടു, അന്തംകമ്മികളെ വിട്ടു. 3 നേരം മൃഷ്ടാന്നം പിണറായി വിജയന്റെ ഈ, ഞാൻ പറയുന്നില്ല ബാക്കി, അതിങ്ങനെ ഉരുട്ടി ഉരുട്ടി മെഴുങ്ങുന്ന അന്തംകമ്മികളുണ്ടല്ലോ, അവരോടല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ തത്വ സംഹിതയെ മനസ്സിലിട്ട് ആരാധിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ നാട്ടില് കോടതികൾക്ക് പുല്ലുവില. വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളിയ, എല്ലാം വിധി കൽപ്പിച്ച ഇവർ കൊടും കുറ്റവാളികളാണ് എന്നും ഇവർ തടവ് ശിക്ഷ അർഹരാണ് എന്നും പറഞ്ഞിട്ട് ഇവരെ 7 വർഷത്തെ കഠിന തടവാണ്. ഇതിനു വേണ്ടിയിട്ട് ഇവരെ ശിക്ഷ വിധിച്ചിട്ട് ഈ കെ ശൈലജ പറയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. EMA ആയിരുന്നല്ലോ പണ്ട് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊന്ന ആ കാപാലിക സംഘത്തിലുണ്ടായിരുന്ന ഒരു നേതാവിനെ കുഞ്ഞനന്തേട്ടൻ എന്ന് വിളിച്ചുങ്ങാണ്ട് പൊട്ടിക്കരഞ്ഞത് EMA ആയിരുന്നു. കുഞ്ഞനന്തേട്ടൻ, കാപാലികനായ ആ അതിനിഷ്ഠൂരനായ കൊലയാളി TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടിക്കൊന്ന സംഘത്തിലെ കുഞ്ഞനന്തേട്ട എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ കെ ശൈലജയുടെ രക്തം ഇങ്ങനെ ത്രസിക്കുകയാണ്. ഈ ജയിലിലേക്ക് പോകുന്ന കൊലയാളി സംഘത്തെ കണ്ടിട്ട്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സിന്ദാബാദ് വിളി. സുപ്രീം കോടതി പോലും അപ്പീൽ പരിഗണിക്കാത്ത 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷാവിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് ഊറ്റം കൊള്ളുന്ന കെ ശൈലജ എന്ന് പറയുന്ന ഒരു നെറികെട്ട MLA പറയുകയാണ്, ഇനി ഇവര് മത്സരിക്കും. ഇതിന്റെ ഇടയിലാണല്ലോ വടകരയിൽ നിന്ന് തിരിച്ചടിയേറ്റത്. ടീച്ചറമ്മ അത്രേ. ഈ സദാനന്ദൻ മാസ്റ്ററോടുള്ള ഇവരുടെ വിരോധം എന്ന് പറയുന്നത്, സദാനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആദർശത്തിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം സംഘപരിവാർ ചേരിയിലേക്ക് പോവുകയും സംഘപരിവാറിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനാവുകയും സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് കുറ്റം. TP ചന്ദ്രശേഖരൻ അങ്ങനെയായിരുന്നല്ലോ. ധീരസംഘമായ TP ചന്ദ്രശേഖരൻ പാർട്ടിയുടെ ഈ നെറികെട്ട പോക്ക്, വഴിപിഴച്ച പോക്കിനെ ചോദ്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ധീരനായ സഖാവ്. അതിന്റെ പേരിലാണ് 51 വെട്ടുവെട്ടി കൊന്നത്. അതേപോലെ ഇവിടെ ആശയം കൊണ്ടാണ് എതിർക്കേണ്ടത്. അന്തംകമ്മികളും ഇവിടുത്തെ പിണറായി ഭക്തരും ചെയ്യുന്നത്, എതിർക്കുന്നവരെ, മറ്റാശയങ്ങളുള്ളവരെ, എതിരാശയങ്ങളുള്ളവരെ വെട്ടിക്കൊല്ലുക. ഒന്നുകിൽ കൈയും കാലും വെട്ടി മാറ്റുക, അല്ലെങ്കിൽ 51 വെട്ടി കൊല്ലുക. ഇതാണ് CPM. എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ പറഞ്ഞ പോലെ കെ ശൈലജ ടീച്ചർ ഒന്നും വിളിക്കണ്ട, ഇങ്ങനെ ടീച്ചർ എന്ന് വിളിക്കാം. കെ ശൈലജ പറഞ്ഞ പോലെ അന്തംകമ്മികളൊക്കെ പറയായിരിക്കും, ഞങ്ങൾ കോടതിയിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞങ്ങളാകെ വിശ്വസിക്കുക പിണറായി തമ്പുരാൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കുക. ഗോവിന്ദസ്വാമി ആകെ നിരാശയിലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കഷ്ടപ്പെട്ട് ജയിലൊക്കെ ചാടി പിടിയിലായി. ആയ കാലത്ത് CPM-ൽ ചേർന്നിരുന്നെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് സൗമ്യയെ ബലാത്സംഗം ചെയ്യാമായിരുന്നു, ബലാത്സംഗം ചെയ്ത് കൊല്ലാമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ജയിലിൽ ചാടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഗോവിന്ദസ്വാമിയെ കാണുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരും മറ്റ് സ്റ്റാഫുകളൊക്കെ സല്യൂട്ട് അടിക്കുകയായിരുന്നു. എപ്പോ വേണമെങ്കിലും മദ്യം എത്തുമായിരുന്നു, എപ്പോ വേണമെങ്കിലും പുറത്തു പോകാമായിരുന്നു, ഇഷ്ടം പോലെ പരോള് കിട്ടുമായിരുന്നു. മദ്യസേവ, മദിരാക്ഷി സേവ, എന്തിനും ഏതിനും ആളുകളിങ്ങനെ തയ്യാറായി നിൽക്കുമായിരുന്നു. ചോദിക്കാനും പറയാനും ഒന്നും ആരുണ്ടാവുമായിരുന്നില്ല. എന്ത് സുഖമായിരുന്നു എന്നറിയോ? പക്ഷെ മന്ദബുദ്ധി പൊട്ടൻ CPM-ൽ ചേർന്നില്ല. ഗോവിന്ദസ്വാമി ഇപ്പോ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും. ഇനിയും സമയമുണ്ട് ഗോവിന്ദസ്വാമിക്ക്, ഇനിയും സമയമുണ്ട്. പത്തനംതിട്ടയിലേക്ക് ഒരു ഫോൺ കോൾ പോയാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പത്രങ്ങളിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്.
ആദ്യം കേരളകൗമുദിയുടെ 7ാമത്തെ പേജിൽ കണ്ടോ, ഏറ്റവും വലിയ വാർത്തയാണ്. 7ാമത്തെ പേജിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് സി സദാനന്ദൻ വധശ്രമ കേസിൽ 30 വർഷത്തിന് ശേഷം കീഴടങ്ങൽ. നമുക്കറിയാലോ, ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ്, അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് സദാനന്ദൻ മാസ്റ്ററെ BJP രാജ്യസഭാംഗമാക്കിയത്. ഈ സദാനന്ദൻ മാസ്റ്ററെയാണ് ഒരു സംഘം CPM കാപാലികർ, CPM ഗുണ്ടകൾ അദ്ദേഹത്തിന്റെ രണ്ട് കാലും വെട്ടി മാറ്റുകയും കഷ്ടമായി കൊത്തി നുറുക്കുകയും ചെയ്തു. ഒരുപക്ഷെ TP ചന്ദ്രശേഖരനെ ഈ 51 വെട്ടുവെട്ടി കൊന്നു എന്നതിന് സമാനമായ സദാനന്ദൻ മാസ്റ്റർ ജീവൻ രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യത്തിന്. അദ്ദേഹത്തിന്റെ 2 കാലുകളായിരുന്നു വെട്ടിയെടുത്തിട്ട് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയായിരുന്നു, കഷ്ടമാക്കിയിട്ട്. കൊടും ക്രൂരത. ആ സദാനന്ദൻ മാസ്റ്റർ ഇപ്പോ BJP അദ്ദേഹത്തെ രാജ്യസഭ അംഗമാക്കിയിരിക്കുന്നു. നമ്മൾ ആ വാർത്ത കേട്ടതാണ്. ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത്, ആ സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസില് 30 വർഷത്തിന് ശേഷം CPM ഗുണ്ടകൾ കീഴടങ്ങിയിരിക്കുന്നു. നമ്മുടെ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു ദൗർബല്യമാണിത് കേട്ടോ. കഴിഞ്ഞ 30 വർഷം ഈ പ്രതികൾ പുറത്തായിരുന്നു. ഒരു ഗതിയില്ലാതെ ഹൈക്കോടതി നിർബന്ധമായി കീഴടങ്ങുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, സുപ്രീം കോടതി ആ കേസ് എടുക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ അവർ ജയിലിലേക്ക് പോവുകയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: ഈ പ്രതികൾ ജയിലിലേക്ക് പോയി എന്നുള്ളതല്ല കേട്ടോ വാർത്ത. പ്രതികൾക്ക് CPM യാത്രയയപ്പ്, അതായത് കേരളത്തിലെ സമാനതകളില്ലാത്ത കൊടും ക്രൂരത നടത്തിയ ഈ നരാധവന്മാർക്ക് CPM നേതാക്കന്മാര് യാത്രയയപ്പ് നടത്തുകയാണ്. ധീരസഖാക്കളെ മുന്നോട്ട്, ലക്ഷം പിന്നാലെ, മുദ്രാവാക്യം വിളികളാണ്. ഞങ്ങളെ ധീരതയോടെ നയിച്ചോളൂ. ആരോടാ പറയുന്നത് അറിയോ? ഈ കപാലികരോട് പറയാണ്, ഞങ്ങളെ ധീരതയോടെ നയിച്ചോളൂ എന്ന് പറഞ്ഞാൽ ക്രിമിനലുകൾക്ക്, കൊലയാളികൾക്ക് പിന്തുണ കൊടുക്കുന്ന, ഒരു മറയുമില്ലാതെ പിന്തുണ കൊടുക്കുന്ന ഒരു പാർട്ടി. KK ശൈലജ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ. ശൈലജ ടീച്ചർ എന്തായിരുന്നു കോവിഡ് സമയത്ത് കേരളത്തെ അങ്ങോട്ട് രക്ഷിച്ച ടീച്ചർ എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ടീച്ചറമ്മ, മണ്ണാങ്കട്ട ടീച്ചറമ്മ മത്സരിക്കാൻ എത്തിയിരുന്നല്ലോ. വടകരയിൽ മത്സരിക്കാൻ എത്തിയിരുന്നല്ലോ നമ്മുടെ ഷാഫി പറമ്പിലിനോട്. അവസാനം ഒരു രക്ഷയില്ലാതെ ഒരു വ്യാജ സ്ക്രീൻഷോട്ടൊക്കെ പുറപ്പെടുവിച്ചു അവസാന ഘട്ടത്തിൽ. അങ്ങനെയാണല്ലോ വർഗീയത കത്തിക്കാൻ വേണ്ടിയിട്ട്, വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ടാക്കി. ആരുണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ജനങ്ങൾക്കും അറിയാം ആരാണ് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്, എവിടെ നിന്നാണ് ആ വ്യാജ സ്ക്രീൻഷോട്ട് വന്നത്. അതിനെക്കുറിച്ചും അന്വേഷണം സ്തംഭിച്ചു കിടക്കുകയാണ്. അങ്ങനെ അതായത് PP ദിവ്യയെ പോലെ, വീണ ജോർജിനെ പോലെ കാപട്യത്തിന്റെ കള്ളത്തരത്തിന്റെ മൂർത്തിരൂപമായ KK ശൈലജ, അവര് ഈ എന്താ പറയാ MLA ആണ്. ഇപ്പോ MLA ആണ്. വെറും പാർട്ടി നേതാവ് മാത്രമല്ല, MLA കൂടിയാണ്. MLA എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധിയാണ്. ഈ ശൈലജ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ കൊലയാളികൾക്ക്, ഈ ക്രിമിനലുകൾക്ക്, ഈ രാക്ഷസ ജന്മങ്ങൾക്ക് അവര് ജയിലിലേക്ക് പോകുമ്പോ, 30 വർഷത്തിന് ശേഷം കീഴടങ്ങി ജയിലിലേക്ക് പോകുമ്പോ ഈ കാപാലികർക്ക് ജയ് വിളിച്ചത്, ഇൻക്ലാബ് വിളിച്ചത്. ധീരതയോടെ നയിച്ചോളൂ, ഇതാ ഞങ്ങൾ വരുന്നു, ധീരതയോടെ നയിച്ചോളൂ. ഈ കൊലയാളികളോട് പറയാണ് നയിച്ചോളാൻ, ഞങ്ങൾ പിന്നാലെ വരാമെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണം. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ സി സദാനന്ദൻ MP-യെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കീഴടങ്ങാൻ പോയ പ്രതികൾക്ക് CPM യാത്രയയപ്പ് നൽകി. അപ്പോൾ കൊലപാതക വധശ്രമത്തിന് കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് CPM യാത്രയയപ്പ് നൽകുകയാണ്. ഇപ്പൊ ശൈലജ ടീച്ചർ കുറച്ചു മുമ്പ് TV-യിൽ വന്ന് പറഞ്ഞു, TV ചാനലുകളിൽ
വന്നു പറഞ്ഞു. അതായത് പാർട്ടി വിശ്വസിക്കുന്നില്ല, ഇവർ കൊലയാളികളാണ് എന്ന് പാർട്ടി വിശ്വസിക്കുന്നില്ല അത്രേ. ഒന്ന് ഇവരുടെയൊക്കെ തൊലിക്കട്ടി, കണ്ടാമൃഗം തോറ്റു പോകുന്ന തൊലിക്കട്ടിയാണ് EMK ഒക്കെ കേട്ടോ. നമ്മുടെ രാജ്യത്തെ നീതിപീഠം കുറ്റക്കാരെന്ന് വിധി കൽപ്പിച്ച ആൾക്കാർക്കെതിരെ ഇവർ പറയാണ് ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർ തീരുമാനിക്കും. ഇവർക്ക് പോലീസ്, ഇവർക്ക് കോടതി ഒന്നും ഇവർക്ക് ഇവരുടെ പരിഗണനയിലില്ല, അതിലൊന്നും വിശ്വാസമില്ല. ഞങ്ങൾ വിശ്വസിക്കില്ല, കോടതി തീരുമാനിച്ചോട്ടെ, ഞങ്ങൾ വിശ്വസിക്കില്ല എന്നാ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇവിടത്തെ ഈ അന്തംകമ്മികളെ ഞാൻ വിട്ടു, അന്തംകമ്മികളെ വിട്ടു. 3 നേരം മൃഷ്ടാന്നം പിണറായി വിജയന്റെ ഈ, ഞാൻ പറയുന്നില്ല ബാക്കി, അതിങ്ങനെ ഉരുട്ടി മെഴുങ്ങുന്ന അന്തംകമ്മികൾ ഉണ്ടല്ലോ, അവരോടല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ തത്വ സംഹിതയെ മനസ്സിലിട്ട് ആരാധിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഈ നാട്ടില് കോടതികൾക്ക് പുല്ലുവില. വിചാരണ കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തള്ളിയ, എല്ലാം വിധി കൽപ്പിച്ച, ഇവർ കൊടും കുറ്റവാളികളാണ് എന്നും ഇവർ തടവ് ശിക്ഷ അർഹരാണ് എന്നും പറഞ്ഞിട്ട് ഇവരെ 7 വർഷത്തെ കഠിന തടവാണ്. ഇതിനു വേണ്ടിയിട്ട് ഇവരെ ശിക്ഷ വിധിച്ചിട്ട് ഈ KK ശൈലജ പറയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. EMA ആയിരുന്നല്ലോ പണ്ട് TP ചന്ദ്രശേഖരനെ 51 വെട്ടി കൊന്ന ആ കാപാലിക സംഘത്തിലുണ്ടായിരുന്ന ഒരു നേതാവിനെ കുഞ്ഞനന്തേട്ട എന്ന് വിളിച്ചിങ്ങാണ്ട് പൊട്ടിക്കരഞ്ഞത് EMA ആയിരുന്നു. കുഞ്ഞനന്തേട്ടൻ, കാപാലികനായ ആ അതിനിഷ്ഠൂരനായ കൊലയാളി TP ചന്ദ്രശേഖരനെ 51 വെട്ടിക്കൊന്ന സംഘത്തിലെ കുഞ്ഞനന്തേട്ട എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ KK ശൈലജ. KK ശൈലജയുടെ രക്തം ഇങ്ങനെ ത്രസിക്കുകയാണ് ഈ ജയിലിലേക്ക് പോകുന്ന കൊലയാളി സംഘത്തെ കണ്ടിട്ട്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ സിന്ദാബാദ് വിളി. അപ്പൊ ഈ കൊലയാളികൾക്ക് സിന്ദാബാദ് വിളി ഞാൻ ഇവര് രഹസ്യമായി ചെയ്യണമെങ്കിൽ ഓക്കെ, ഇത് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ വിശ്വസിക്കുന്ന അന്തംകമ്മികൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾക്ക് ഇവിടെ കട്ടുമുടിക്കാം, ഞങ്ങൾക്ക് ഇവിടെ കൊലകൾ ചെയ്യാം, കൊലപാതകികളുടെ പിന്നാലെ നടന്നിട്ട് കൊലപാതകികൾക്ക് വേണ്ടി ഞങ്ങൾ സംസാരിക്കാം, ഇവിടെ ഒന്നും സംഭവിക്കുന്നേ പോകുന്നില്ല എന്ന വിശ്വാസം. 30 വർഷത്തിന് ശേഷമാണ് പ്രതികൾ വിചാരണ കോടതിയിൽ കീഴടങ്ങിയത്. പ്രതികളെ ഇന്നലെ വൈകിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചപ്പോഴും ബന്ധുക്കളും പ്രവർത്തകരും അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയിരുന്നു. എന്തിനാണ് അഭിവാദ്യം എന്നറിയോ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നല്ല. ഈ പാവം മനുഷ്യനെ, ഒരു മനുഷ്യന്റെ 2 കാലുകള് മുട്ടിനു മുകളിൽ 2 കാലുകളും വെട്ടി അരിഞ്ഞിട്ട് ആ കാലുകൾ കൊത്തി നിൽക്കുക എന്ന് പറഞ്ഞ ആ മൃഗീയത എന്ന് പറയുന്നില്ല. മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യില്ല. ഇന്നലെ രാവിലെ പഴശ്ശി സൗത്ത് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പിന്നീട് തലശ്ശേരി കോടതി പരിസരത്തുമാണ് യാത്ര അയപ്പ് നടന്നത്. പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് KK ശൈലജ എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഉരുവച്ചാൽ കുഴിക്കൽ K ശ്രീധരൻ, അങ്ങനെ അവരുടെ പേരെ കണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് 1994 ജനുവരി 25 രാത്രിയാണ് അക്രമികൾ C സദാനന്ദൻ മാസ്റ്ററുടെ 2 കാലുകളും വെട്ടിമാറ്റിയത്. വിചാരണ കോടതി പ്രതികൾക്ക് 7 വർഷം തടവിനോ 50,000 രൂപ പിഴയുമാണ് ശിക്ഷിച്ചത്. അപ്പീൽ പോയെങ്കിലും ജനുവരി 29 ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും അപ്പീൽ പരിഗണിച്ചില്ല. സുപ്രീം കോടതി പോലും അപ്പീൽ പരിഗണിക്കാത്ത 7 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷാവിധി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് ഊറ്റം കൊള്ളുന്ന KK ശൈലജ എന്ന് പറയുന്ന ഒരു നെറികെട്ട MLA പറയുകയാണ്. ഇനി ഇവര് മത്സരിക്കും. ഇതിന്റെ ഇടയിലാണല്ലോ വടകരയിൽ നിന്ന് തിരിച്ചടിയേറ്റത്. ടീച്ചറമ്മയത്രേ. ഇവിടുത്തെ ടീച്ചർമാർക്ക് മുഴുവൻ കളങ്കമാണ് ഈ സ്ത്രീ. എന്നിട്ട് ശൈലജ പങ്കെടുത്തത് ദൗർഭാഗ്യകരമെന്ന് C സദാനന്ദൻ മാസ്റ്ററുടെ ഒരു ബോക്സ് സ്റ്റോറി ഉണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയതും KK ശൈലജ ഉൾപ്പെടെയുള്ളവർ അതിൽ പങ്കെടുത്തതും ദൗർഭാഗ്യകരമാണെന്ന് C സദാനന്ദൻ MP പ്രതികരിച്ചു.
സദാനന്ദൻ മാസ്റ്ററുടെ ഒരു ടെലിവിഷൻ ചാനലുകളിൽ സദാനന്ദൻ മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ആശയം കൊണ്ടാണ് നേരിടേണ്ടത്. ഈ സദാനന്ദൻ മാസ്റ്ററോടുള്ള ഇവരുടെ വിരോധം എന്ന് പറയുന്നത്, സദാനന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു ആദർശത്തിൽ നിന്ന് മാറിയിട്ട് അദ്ദേഹം സംഘപരിവാർ ചേരിയിലേക്ക് പോവുകയും സംഘപരിവാറിന്റെ ആദർശങ്ങളിൽ ആകൃഷ്ടനാവുകയും സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. അതാണ് കുറ്റം. ടി പി ചന്ദ്രശേഖരൻ അങ്ങനെയായിരുന്നല്ലോ. ധീരസഖാവായ ടി പി ചന്ദ്രശേഖരൻ പാർട്ടിയുടെ ഈ നെറികെട്ട പോക്ക്, വഴിപിഴച്ച പോക്കിനെ ചോദ്യം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ധീരനായ സഖാവ്. അതിന്റെ പേരിലാണ് 51 വെട്ടി കൊന്നത്. അതേപോലെ ഇവിടെ ആശയം കൊണ്ടാണ് എതിർക്കേണ്ടത്. അന്തംകമ്മികളും ഇവിടത്തെ പിണറായി ഭക്തരും ചെയ്യുന്നത് എതിർക്കുന്നവരെ, മറ്റാശയങ്ങളുള്ളവരെ, എതിരാശയങ്ങളുള്ളവരെ വെട്ടിക്കൊല്ലുക. ഒന്നുകിൽ കൈയും കാലും വെട്ടി മാറ്റുക, അല്ലെങ്കിൽ 51 വെട്ടി കൊല്ലുക. ഇവർക്കാണ് സിന്ദാബാദ് വിളിക്കുന്നത്. ഇവിടത്തെ അന്തംകമ്മികൾ ഒന്ന് ആലോചിച്ചോ. കേരളമന്ത്രി വളരെ നല്ല രീതിയിൽ തന്നെ ആ വാർത്ത കൊടുത്തു. മാതൃഭൂമിയുടെ 7-ാം പേജിൽ ഇതാ, സി സദാനന്ദൻ വധശ്രമം പ്രതികൾ കീഴടങ്ങി, പ്രതികൾക്ക് യാത്രയയപ്പ്, ജയിലിൽ സ്വീകരണം. മറ്റൊന്ന് ഇവർ പോകുന്നത് കണ്ണൂർ ജയിലിലേക്കാണ് ഇവർ പോകുന്നത്. കണ്ണൂർ ജയിലിലെ സ്ഥിതിഗതികൾ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. കൊടിസുനിക്ക് മദ്യസേവ, ഗോവിന്ദസ്വാമി ആകെ നിരാശയിലാണെന്നാണ് പറഞ്ഞു വെക്കുന്നത്. കഷ്ടപ്പെട്ട് ജയിലൊക്കെ ചാടി പിടിയിലായി. ആയകാലത്ത് സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിൽ ഗോവിന്ദസ്വാമിക്ക് സൗമ്യയെ ബലാത്സംഗം ചെയ്യാമായിരുന്നു, ബലാത്സംഗം ചെയ്ത് കൊല്ലാമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ജയിൽ ചാടേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഗോവിന്ദസ്വാമിയെ കാണുമ്പോൾ ജയിൽ ഉദ്യോഗസ്ഥന്മാരും മറ്റ് സ്റ്റാഫുകളൊക്കെ സല്യൂട്ട് അടിക്കുകയായിരുന്നു. എപ്പോ വേണമെങ്കിലും മദ്യം എത്തുമായിരുന്നു, എപ്പോ വേണമെങ്കിലും പുറത്തു പോകാമായിരുന്നു, ഇഷ്ടം പോലെ പരോള് കിട്ടുമായിരുന്നു. മദ്യസേവ, മദിരാക്ഷി സേവ, എന്തിനും ഏതിനും ആളുകളിങ്ങനെ തയ്യാറായി നിൽക്കുമായിരുന്നു. ചോദിക്കാനും പറയാനും ഒന്നും ആരുണ്ടാവുമായിരുന്നില്ല. എന്ത് സുഖമായിരുന്നു എന്നറിയോ. പക്ഷെ മന്ദബുദ്ധി പൊട്ടൻ സി പി എമ്മിൽ ചേർന്നില്ല. ഗോവിന്ദസ്വാമി ഇപ്പോ പശ്ചാത്തപിക്കുന്നുണ്ടായിരിക്കും. ഇനിയും സമയമുണ്ട് ഗോവിന്ദസ്വാമിക്ക്, പത്തനംതിട്ടയിലേക്ക് ഒരു ഫോൺ കോൾ പോയാൽ മതി. അവിടെ ഒരു മന്ത്രിയുണ്ട്, ഈ ഗുണ്ട കാപ്പ കേസ് പ്രതികളെയൊക്കെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് ആനയിച്ച് രക്തഹാരമണിയിക്കുന്ന മന്ത്രി വീണ ജോർജ്. ഒന്ന് വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പാഞ്ഞെത്തും. അവര് മാത്രമല്ല ഒരുപാട് ആൾക്കാരെത്തും. ഇത് അവരൊക്കെ എത്തും, കെ ശൈലജ എത്തും, ഗോവിന്ദസ്വാമിയും വരട്ടെ. കാരണം ഒരുപാട് ഗുണ്ടകളെ പാർട്ടിയിലേക്ക് എടുക്കുന്നതല്ലേ, നല്ലതാണ്. അങ്ങനെ ജയിലിൽ സ്വീകരണം. മറ്റൊന്ന്, ഈ നമ്മുടെ കൊടിസുനിയുടെ കൂടെ മറ്റ് 2 ടി പി കേസ് പ്രതികൾ ഉണ്ടായിരുന്നു. ഇവർക്കാണ് പരസ്യമായ മദ്യപാനം. ഇവര് മറ്റൊരു കൊലപാതക കേസിലെ വിചാരണക്കായി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇവർക്ക് മദ്യസേവ നടത്തിയത് പരസ്യമായി. അതിന്റെയൊക്കെ പേരില് അതൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് അറിയോ, കൊടിസുനിക്ക് ജാമ്യം പരോള് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടാണ് കൊടിസുനിക്ക് പരോള് കൊടുക്കുന്നത്. ആ പരോളിന് ശേഷമാണ് ഈ വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നത്, ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ടി പി കേസിലെ മറ്റൊരു പ്രതി ഇപ്പോൾ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ടി പി കേസിലെ പ്രതികൾക്ക് എപ്പോ വേണമെങ്കിലും പരോളിൽ ഇറങ്ങാം. പരോളും വേണ്ടാന്നേ, ഇവർക്ക് ആവശ്യമുള്ള സമയത്ത്. ജയിലൊന്നല്ല, ഇത് റിസോർട്ടാണെന്ന് പറയുന്നത്. സി പി എം ഗുണ്ടകളെ സംബന്ധിച്ചിടത്തോളം, കൊലയാളികളെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജയിലല്ല, കണ്ണൂർ റിസോർട്ട്, കണ്ണൂർ പഞ്ചനക്ഷത്ര ഹോട്ടൽ. ഇവർക്ക് ഇവിടെ സ്വൈരവിഹാരമാണ്. മാതൃഭൂമിയുടെ സ്റ്റോറി ഇങ്ങനെയാണ്. രാജ്യസഭാംഗവും RSS നേതാവുമായ സി സദാനന്ദന്റെ കാൽ വെട്ടിമാറ്റിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM പ്രവർത്തകരായ 8 പ്രതികൾ കോടതിയിൽ കീഴടങ്ങാനായി പോകുന്ന പ്രതികൾക്ക് പാർട്ടി ഓഫീസിൽ യാത്രയയപ്പ് നൽകി. ജയിലിൽ ഇവർക്ക് സ്വീകരണവും നൽകി. പോരെ, 30 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ പ്രതികൾ ദീർഘകാലമായി ജാമ്യത്തിലായിരുന്നു. ഹൈക്കോടതി ശിക്ഷ ശരിവെച്ചതിനെ തുടർന്ന് വിചാരണ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. ഇതനുസരിച്ചാണ് പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയത്. 2007 ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി പ്രതികളെ 7 വർഷം തടവിനും 25,000 രൂപ വീതം പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പ്രത്യേക അനുമതി ഹർജി സുപ്രീം കോടതി തള്ളിയതോടെയാണ് പ്രതികൾ കീഴടങ്ങിയത്.
യാത്രയാക്കാൻ നേതാക്കന്മാർ. കോടതിയിൽ കീഴടങ്ങാനായി പോകുന്ന പ്രതികൾക്ക് തിങ്കളാഴ്ച CPM പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ യാത്രയയപ്പ് നൽകി. KK ശൈലജ MLA ഉൾപ്പെടെ മട്ടന്നൂരിലെ CPM നേതാക്കളെല്ലാം സ്ഥലത്തെത്തിയിരുന്നു. മുദ്രാവാക്യം വിളികളോടെയാണ് പ്രതികളെ യാത്രയാക്കിയത്. ഒരു പത്രം കൂടി നമുക്ക് നോക്കാം. യെസ്, മലയാള മനോരമയുടെ ഇത് പേജിലാണ് 6-ാം പേജിൽ. സദാനന്ദൻ വധശ്രമ കേസ് പ്രതികൾ ജയിലിൽ, ശൈലജയുടെ സാന്നിധ്യത്തിൽ യാത്രയയപ്പ്. അങ്ങനെയാ പറയുന്നത്, ശൈലജയുടെ സാന്നിധ്യത്തിലാണ് യാത്രയയപ്പ്. BJP നേതാവും രാജ്യസഭാംഗവുമായ C സദാനന്ദന്റെ കാലുകൾ വെട്ടിയരിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാക്കളായ 8 പ്രതികളെ 30 വർഷത്തിന് ശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടച്ചു. അതേസമയം ജയിലിൽ പോകുന്ന പ്രതികൾക്ക് ഉരുവച്ചാലിൽ CPM ഓഫീസിൽ സ്ഥലം MLAയും മുൻമന്ത്രിയുമായ KK ശൈലജയുടെ സാന്നിധ്യത്തിൽ യാത്രയയപ്പ് നൽകി. ജയിലിന് മുന്നിലും പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ നേതാക്കന്മാരെ യാത്രയച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ, ഇതാണ് CPM. എനിക്ക് തോന്നുന്നു ശൈലജ ടീച്ചർ പറഞ്ഞ പോലെ KK ശൈലജ ടീച്ചർ ഒന്നും വിളിക്കണ്ട, യമനിങ്ങനെ ടീച്ചർ എന്ന് വിളിക്കാം. KK ശൈലജ പറഞ്ഞ പോലെ അന്തകമ്മികളൊക്കെ പറയായിരിക്കും, ഞങ്ങൾ കോടതിയിലൊന്നും വിശ്വസിക്കുന്നില്ല, ഞങ്ങളാകെ വിശ്വസിക്കുക പിണറായി തമ്പുരാൻ പറഞ്ഞത് മാത്രം വിശ്വസിക്കും. പിണറായി തമ്പുരാൻ പറഞ്ഞത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കൂ. വേറെ ആര് പറഞ്ഞാലും, ബേബി സഖാവ് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുക, പിണറായി തമ്പുരാൻ പറയണം എന്നാൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. സുപ്രീം കോടതിക്ക് പുല്ലുമില്ല. എന്ത് സുപ്രീം കോടതി ഒന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. പിണറായി കാരണഭൂതമാണ് ഞങ്ങളുടെ എല്ലാം. ദൈവം. ഇത് ഏത് നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്? വെള്ളരിക്കാപ്പട്ടണം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇത് വെള്ളരിക്കാപ്പട്ടണമൊന്നുമല്ല. ഇത് കാരണഭൂതത്തിന്റെയും അന്തംകമ്മികളുടെയും രാക്ഷസ ഭരണം, തെമ്മാടി ഭരണം. ഇതില് KK ശൈലജയെ പോലെ, PP ദിവ്യയെ പോലെ, വീണ ജോർജിനെ പോലെ എന്താണ് അറപ്പുളവാക്കുന്ന അറപ്പാണ് ഇവരൊക്കെ കാണുന്നത്. നമുക്ക് ടീച്ചറും ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം, അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.